Hello all, welcome to another lecture in influence line diagrams. In the last lecture, we learned how to draw the influence line diagram of a simply supported beam subjected to point load. Okay, so in this lecture, we are actually going to draw a problem in that area itself. Okay, let's look at the problem. നമുക്ക് തന്നിരിക്കുന്നത് we are given a beam, simply supported beam having a span of 12 meter. അതിൽ 12 meter സ്പാനുള്ള ബീമിൽ കൂടെ ഒരു ലോഡ് 24 കിലോ ന്യൂട്ടനുള്ള ഒരു പോയിന്റ് ലോഡ് ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ യാത്ര ചെയ്യണം. സോ ഇറ്റ്സ് എ മൂവിംഗ് ലോഡ് ബേസിക്കലി. ഓക്കെ, so we are asked to find out reaction, shear force, bending moment, അങ്ങനെ കുറെ factors തന്നിട്ടുണ്ട്. We will see it one by one. Okay, so we'll start by drawing the beam, of course. So we have been given a beam 12 meter. So A, B endpoints mark ചെയ്യുന്നു. Okay, then questions ശ്രദ്ധിച്ചറിയാം. നമുക്ക് മേജർ ആയിട്ട് എയിൽ നിന്ന് 3 മീറ്റർ അല്ലെങ്കിൽ ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 3 മീറ്റർ അപ്പുറം നിൽക്കുന്ന ഒരു പോയിന്റിലെ കുറച്ച് വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദർ ഇസ് എ പോയിന്റ് സി വിച്ച് ഈസ് 3 മീറ്റർ ഫ്രം ദ ലെഫ്റ്റ് സപ്പോർട്ട്. ഓക്കെ, സോ വെൻ വി ഡ്രോ ദ ഫിഗർ ഇറ്റ് വിൽ ബിക്കം ലൈക്ക് ദിസ്. സോ വി ഹാവ് എ ഇച്ചിരി ചെരിഞ്ഞ് കറങ്ങിയിരിക്കുന്നതുകൊണ്ട് ആർച്ചൊക്കെ പോലെ തോന്നും, പക്ഷെ ആക്ച്വലി ബീം തന്നെയാണ് കേട്ടോ. എനിവേ, സോ വി ഹാവ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം എ ബി ഹാവിങ് എ സ്പാൻ ഓഫ് 12 meter. Okay, C, there is a point C which is 3 meter from the left support A. Okay, so let me before we actually start solving the problem, let us recall something that we learned last week. Okay, in the last lecture. So ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ബീമിൽ മൂവിംഗ് ലോഡ് പോവുകയാണെങ്കിൽ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് വരെ മൂവിംഗ് ലോഡ് പോവുകയാണെങ്കിൽ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാംസ് നമ്മൾ ജനറേറ്റ് ചെയ്തു. സോ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലോഡിന്റെ പൊസിഷൻ മാറുന്നതനുസരിച്ച് റെസ്പോൺസിന് ഉണ്ടാകുന്ന വേരിയേഷനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പോയിന്റിലാണ് ഈ യൂണിറ്റ് ലോഡ് 1 കിലോ ന്യൂട്ടൺ ലോഡ് ഈ പോയിന്റിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ സ്ട്രക്ചറിലെ റിയാക്ഷൻ ബി എന്ന പോയിന്റിലെ റിയാക്ഷന്റെ വാല്യൂ ഇതായിരിക്കും, എ എന്ന പോയിന്റിലെ റിയാക്ഷന്റെ വാല്യൂ ഇതായിരിക്കും, സി എന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സിന്റെ വാല്യൂ ഇതായിരിക്കും, സി എന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ ഇതായിരിക്കും. സോ ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഇംപ്ലൈസ്. എന്ന് വെച്ചാൽ 1 കിലോ ന്യൂട്ടൺ യൂണിറ്റ് അല്ലെങ്കിൽ 1 കിലോ ന്യൂട്ടൺ ലോഡ് അല്ലെങ്കിൽ യൂണിറ്റ് ലോഡ് ഒരു ബീമിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചറിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മൂവ് ചെയ്യുമ്പോൾ റെസ്പോൺസിന് ഉണ്ടാകുന്ന മാറ്റത്തെയാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഫോർ യൂണിറ്റ് ലോഡ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റനിൽ ഇപ്പോൾ 24 കിലോ ന്യൂട്ടൺ എന്നുള്ള ഒരു ലോഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഏതൊരു ഹയർ വാല്യൂ ഓഫ് തന്നാലും ലോഡ് തന്നാലും എന്തൊരു ലോഡ് തന്നാലും ഈ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാമിൽ കിട്ടുന്ന വാല്യൂവിനെ ആ ലോഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വേണ്ട ഉത്തരം കിട്ടും. ദാറ്റ് ഈസ് ഹൗ യു സോൾവ് എ പ്രോബ്ലം ഇൻ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. ഓക്കെ, സോ ദിസ് ഈസ് ജസ്റ്റ് ഫോർ ദ കേസ് ഓഫ് എ ഈ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത ലോഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന യൂണിറ്റ് ലോഡിന്റെ പോയിന്റ് ലോഡിന്റെ കേസ് മാത്രമേ ഉള്ളൂ, സിംഗിൾ പോയിന്റ് ലോഡിന്റെ കേസ് മാത്രമേ ഉള്ളൂ. യു ഡി എൽ വന്നാലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പോയിന്റ് ലോഡ് വന്നാലോ എന്നുള്ള കേസൊക്കെ വിൽ സ്റ്റഡി ഇൻ ലേറ്റർ ലെക്ചേഴ്സ്. ഓക്കെ, സോ ലെറ്റ് us സോൾവ് ദിസ് കൈൻഡ് ഓഫ് പ്രോബ്ലം നൗ itself. ഓക്കെ, സോ നമ്മുടെ ചോദ്യത്തിലോട്ട് തിരിച്ചു പോവാം. ആദ്യമേ ചോദിച്ചിരിക്കുന്നത് വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ റിയാക്ഷൻ അറ്റ് എ, ലെഫ്റ്റ് സപ്പോർട്ടിലെ റിയാക്ഷൻ വെൻ ദ ലോഡ് ഈസ് അറ്റ് 9 മീറ്റർ ഫ്രം ദ ലെഫ്റ്റ് സപ്പോർട്ട്. ലെഫ്റ്റിൽ നിന്ന് 9 മീറ്ററിലാണ് ലോഡ് പൊസിഷൻ നിൽക്കുമ്പോൾ ലെഫ്റ്റ് സപ്പോർട്ടിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ബീമിന്റെ ഷേപ്പ് ഒബ്വിയസ്ലി ദർ ഇസ് എ ബീം എ ബി ഹാവിംഗ് 12 മീറ്റർ. സോ വി ആർ ഓക്കെ, ജസ്റ്റ് ഫോർ ദിസ് കേസ് നമുക്ക് ഈ സി എന്ന പോയിന്റിനെ നെഗ്ലക്ട് ചെയ്യാം, ഇതിന്റെ ഇപ്പൊ ആവശ്യമില്ല. വി ഹാവ് എ ബീം ഓഫ് 12 മീറ്റർ സ്പാൻ. റിയാക്ഷൻ അറ്റ് എ വെൻ ദ ലോഡ് ഈസ് അറ്റ് 9 മീറ്റർ ഫ്രം ദ ലെഫ്റ്റ് സപ്പോർട്ട്. എയിൽ നിന്ന് 9 മീറ്റർ എന്ന് വെച്ചാൽ ഏകദേശം ഈ പോയിന്റിൽ 1 കിലോ ന്യൂട്ടൺ ലോഡ് നിൽക്കുന്ന 24 കിലോ ന്യൂട്ടൺ ലോഡ് ഏകദേശം ഈ പോയിന്റിൽ നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. സോ ദിസ് ഈസ് അവർ സിറ്റുവേഷൻ. ലെറ്റ് മീ ഇറേസ് ഓൾ ഓഫ് ദിസ്. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു ഡ്രോ ദ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ റിയാക്ഷൻ അറ്റ് എ. ആർ എ അല്ലെങ്കിൽ ഇവിടുത്തെ വി എ എന്നുള്ള ക്വാണ്ടിറ്റിക്ക് വേണ്ടുള്ള ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഞാൻ വരയ്ക്കാൻ പോകണം. ദാറ്റ് വിൽ ഒബ്വിയസ്ലി ടേക്ക് ദ ഫോം ലൈക്ക് ദിസ്. ഓക്കെ, എ എന്ന പോയിന്റ് ലോഡ് നിൽക്കുമ്പോൾ യൂണിറ്റ് ലോഡ് എ എന്ന പോയിന്റ് നിൽക്കുമ്പോൾ ദ വാല്യൂ വിൽ ബി 1 കിലോ ന്യൂട്ടൺ ആൻഡ് യൂണിറ്റ് ലോഡ് ബിയിൽ നിൽക്കുമ്പോൾ റിയാക്ഷൻ അറ്റ് എ വിൽ ബി 0 കിലോ ന്യൂട്ടൺ. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് മാറുന്നതനുസരിച്ച് ലോഡിന്റെ വാല്യൂ 1ൽ നിന്ന് ഡിക്രീസ് ചെയ്ത് 0യിലോട്ട് വരും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒബ്വിയസ്ലി ഈ പോയിന്റിലാണ്. ഈ പോയിന്റ് എയിൽ നിന്നും എക്സ് ഇവിടുന്ന് തുടങ്ങിയാൽ ഇവിടെ 9 മീറ്റർ വരെയുള്ള ഡിസ്റ്റൻസിൽ കണ്ടുപിടിക്കണം.
സോ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിന്റെ ഓർഡിനേറ്റ് കിട്ടിയാൽ നമുക്ക് ആ വാല്യൂ കിട്ടും. സോ അതാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിന്റെ കൺസെപ്റ്റ്. അപ്പം 1 കിലോ ന്യൂട്ടൺ ഈ പോയിന്റിൽ നിൽക്കുമ്പോൾ 1 കിലോ ന്യൂട്ടൺ ആണ് ഈ പോയിന്റിൽ നിൽക്കുന്നതെങ്കിൽ എയിൽ ഉണ്ടാകുന്ന റിയാക്ഷന്റെ വാല്യൂ ഈ ഓർഡിനേറ്റ്, ഇവിടെ y എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഓർഡിനേറ്റ് ആയിരിക്കും ആ വാല്യൂ. സോ ലോജിക്കലി നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും ഈ വാല്യൂ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഈ ട്രയാങ്കിൾ, ഈ കാണുന്ന ചെറിയ ട്രയാങ്കിൾ വിൽ ബി സിമിലർ ടു ഈ കാണുന്ന വലിയ ട്രയാങ്കിൾ. ഓക്കെ, സോ സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് യൂസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഈ വൈയുടെ വാല്യൂ കിട്ടും. സോ ഫ്രം സിമിലർ ട്രയാങ്കിൾസ് വി ക്യാൻ റൈറ്റ് y by 1, അതായത് this ordinate by this ordinate will be equal to this 3 by this 12. Okay, y by 1 equal to 3 by 12. So y will obviously be 0.25 kilonewton value. അപ്പോൾ 1 kilonewton ലോഡ് എയിൽ നിന്ന് 9 മീറ്റർ മാറി ഈ പോയിന്റിൽ ആക്ട് ചെയ്യുമ്പോൾ എയിൽ ഉണ്ടാകുന്ന റിയാക്ഷന്റെ വാല്യൂ ആണ് 0.25 kilonewton. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇറ്റ് ഈസ് എ 24 kilonewton തിങ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ലോഡിന്റെ വാല്യൂ 24 ആണ്. അപ്പോൾ vertical reaction at A when the load is at 9 meter from the left support will be this value of y into 24. Okay, so that is so RA when y equal to 9, sorry it's not y, x 9 ൽ നിൽക്കുമ്പോൾ reaction at A അല്ലെങ്കിൽ vertical reaction at A, let me write it as നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന form VA will be 0.25 into 24, that will be 6 kilonewton. Okay, so this is how you use influence line diagram to find a reaction at any point. Okay, now second part of the question is we need to find out the maximum shear force at section C, which is 3 meter from the left support. A യിൽ നിന്നും അല്ലെങ്കിൽ ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്നും 3 മീറ്റർ മാറി സി എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനിൽ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ്, ആ സെക്ഷനിൽ ഉണ്ടാകുന്ന മാക്സിമം ഷിയർ ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അഗെയിൻ നമുക്ക് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നമ്മൾ ജനറേറ്റ് ചെയ്ത് വെച്ച് അറിയാം. എയിൽ നിന്ന് ബി വരെ ഒരു യൂണിറ്റ് ലോഡ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോവുകയാണെങ്കിൽ, ഒരു 1 കിലോ ന്യൂട്ടൺ എന്നുള്ള യൂണിറ്റ് ലോഡ് ട്രാവൽ ചെയ്ത് പോവുകയാണെങ്കിൽ ഷിയർ ഫോഴ്സ് അറ്റ് എനി സെക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ഹാസ് എ ഷേപ്പ് ലൈക്ക് ദിസ്. ഓക്കെ, ഇതുപോലെ ഒരു ഷേപ്പ് ആയിരിക്കും വരുന്നത്. അതിൽ അതായത് ആ പോയിന്റിലായിരിക്കും, ഏത് പോയിന്റിലാണോ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിലായിരിക്കും ചേഞ്ചസ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ എയിൽ നിന്ന് ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് കുറഞ്ഞ് വന്ന് ആ പോയിന്റിൽ എത്തുമ്പോൾ ഇറ്റ് വിൽ ഹാവ് ആൻ ഓർഡിനേറ്റ് വാല്യൂ ഓഫ് -a/l. പിന്നെ ആ പോയിന്റിൽ തന്നെ ഒരു സഡൻ ഇൻക്രീസ് സംഭവിക്കുന്നുണ്ട് ടു ആൻ ഓർഡിനേറ്റ് വാല്യൂ ഓഫ് l - a/l. പിന്നെ ആ വാല്യൂ വീണ്ടും ഷിയർ ഫോഴ്സിന്റെ വാല്യൂ കുറഞ്ഞ് വീണ്ടും 0 എത്തുകയാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ ഞാൻ വീണ്ടും റിമൈൻഡ് ചെയ്യുകയാണ്. അതായത് 1 കിലോ ന്യൂട്ടൺ എയിൽ നിന്ന് ബി വരെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മൂവ് ചെയ്യുമ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ് ആണ്. ഓക്കെ, ഈ മൂവ് ചെയ്യുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ് അല്ല, സി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ് ആണ് ILD ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് സി. ILD ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് സി ആണ് ഈ കാണുന്ന ഡയഗ്രാം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ലോഡ് ഇവിടെ നിൽക്കുമ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് സിയുടെ വാല്യൂ ഇതായിരിക്കും, ലോഡ് ഇവിടെ നിൽക്കുമ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് സിയുടെ വാല്യൂ ഇതായിരിക്കും. Okay, so we are asked to find out again നമ്മുടെ question, we need to find out the maximum shear force at a section C 3 meter from the left support. അപ്പോൾ ലോഡ് ഇങ്ങോട്ട് പോകുന്നതിനിടയ്ക്ക് ഷിയർ ഫോഴ്സിന്റെ വാല്യൂ ഇങ്ങനെ ആദ്യമേ കുറഞ്ഞ ഒരു പരിധിയിൽ എത്തുന്നു, പിന്നെ കൂടി പോകുന്നു, പിന്നെ വീണ്ടും കുറയുന്നു. അപ്പം മാക്സിമം ഈ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം, ലോഡ് സിയിൽ എത്തുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ലോഡ് സി എന്ന് പറയുന്ന പോയിന്റിലാകുമ്പോൾ തന്നെ ആയിരിക്കും മാക്സിമം വാല്യൂസ് ഉണ്ടാകുക. പക്ഷെ അപ്പോൾ തന്നെയും ഇവിടെ 2 മാക്സിമം വാല്യൂസ് ഉണ്ട്. ഓക്കെ, ലോഡ് സിയിലെത്തുമ്പോൾ മാക്സിമം വാല്യൂസ്, ഒന്ന് ഒരു മാക്സിമം നെഗറ്റീവ് വാല്യൂ ഉണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു -a/l. ഓക്കെ, ആൻഡ് അതേ പോയിന്റിൽ തന്നെ, അതായത് സി എന്ന് പറയുന്ന പോയിന്റിലോട്ട് ജസ്റ്റ് തൊട്ടെത്തുന്ന ആ പോയിന്റിലായിരിക്കും മാക്സിമം നെഗറ്റീവ് ഉണ്ടാകുക. സി എന്ന് പറയുന്ന പോയിന്റ് ജസ്റ്റ് എത്തിക്കഴിയുന്ന പോയിന്റിലായിരിക്കും മാക്സിമം പോസിറ്റീവ് വാല്യൂ ആയിട്ടുള്ള ഇതും ഉണ്ടാകുക, ദിസ് l - a/l. ഓക്കെ, സോ എൽ അറിയാം, എ അറിയാം. എ എന്ന് പറയുമ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആ പോയിന്റ് ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് എത്ര ദൂരെയാണെന്നുള്ളതാണ്. സോ ദാറ്റ് എ വിൽ ബി 3 meter ഹിയർ. Okay, and L is obviously the length of the beam, which is 12 meter. So -a/l will give us -3/12. L - a/l gives us 9/12.
Okay, so again the maximum negative shear force, okay, maximum negative shear force at C will be minus A by L, again into 24 because our load is having a value of 24 kilonewton. Okay, ഇത് ഈ വാല്യൂസ് ഈ കാണുന്ന ഫിഗറിൽ കാണുന്ന വാല്യൂസ് 1 kilonewton ലോഡ് പോകുമ്പോൾ മാത്രമുള്ളതാണ്. പക്ഷേ നമ്മുടെ ക്വസ്റ്റിനിൽ 24 kilonewton ആണ് ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ഓർഡിനേറ്റ് വാല്യൂവിനെ 24 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. ആൻഡ് ദാറ്റ് gives us the maximum negative shear force at C is minus 6 kilonewton. Again, the maximum positive shear force at C will obviously be this value, ഈ കാണുന്ന വാല്യൂ ആയിരിക്കും, into the load obviously. And maximum positive shear force at C gives us 9 by 12 എന്ന് വെച്ചാൽ ഈ coordinate value into the load, that is 24, gives us 18 kilonewton. So there we get the maximum negative shear force at C and the maximum positive shear force at C. Okay, now let's look at the third situation. Shear force at C, അതായത് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഷിയർ ഫോഴ്സ് അറ്റ് സി തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. വെൻ ദ ലോഡ് ഈസ് അറ്റ് 9 meter ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട്. ഓക്കെ, അപ്പൊ ലോഡ് ഈ ഓരോ പോയിന്റിൽ നിന്ന് ഇങ്ങനെ എയിൽ നിന്ന് ബി വരെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട ലോഡ് ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് ഏകദേശം 9 meter എന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥ എത്തും. 3 പ്ലസ് ഇവിടെ ഒരു 6 meter, ഇത് 3 meter ആയിരിക്കും. ഓക്കെ, ഈ ഗ്യാപ്പ്. അപ്പോൾ ലോഡ് ഇവിടെ നിൽക്കുമ്പോഴുള്ള ഷിയർ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സിയിലെ ഷിയർ ഫോഴ്സ്. അപ്പം ലെറ്റ്സ് അസ്യൂം അഗെയിൻ നമുക്ക് നേരത്തെ വരച്ച പോലെ ഷിയർ ഫോഴ്സ് അറ്റ് സിയുടെ ഈ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരച്ചാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പം കഴിഞ്ഞ സ്ലൈഡിൽ വരച്ച അതേ ഫിഗർ തന്നെയാണ് ഇവിടെ വരച്ചേക്കുന്നത്, സെയിം ഫിഗർ. സോ കുറഞ്ഞ് മൈനസ് എ ബൈ എൽ, അതായത് മൈനസ് 3 by 12 നിൽക്കുന്നു. ഒറ്റയടിക്ക് കൂടി 9 by 12 പോയിട്ട് പിന്നെ ഇങ്ങോട്ട് പോകും. അപ്പോൾ ലോഡ് ഇവിടെ നിൽക്കുമ്പോഴത്തെ ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ പോയിന്റിൽ ലോഡ് നിൽക്കുമ്പോഴത്തെ ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റിലെ ഓർഡിനേറ്റിന്റെ വാല്യൂ ആയിരിക്കും. ഓക്കെ, ഈ പോയിന്റിലെ ഓർഡിനേറ്റിന്റെ വാല്യൂ ആയിരിക്കും. ദാറ്റ് ഗിവ്സ് us the shear force at C when the load is at this point. അപ്പോൾ അഗെയിൻ നമ്മൾ നേരത്തെ ഉപയോഗിച്ച സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് പ്രോപ്പർട്ടി തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അഗെയിൻ ഇവിടെയും കുഞ്ഞൊരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, this is a കുഞ്ഞു ട്രയാങ്കിൾ and there is a വലിയ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഇതിന്റെ സിമിലാരിറ്റി എടുത്താൽ അഗെയിൻ നേരത്തെ പോലെ y by 9 by 12, this y by 9 by 12 gives us this thing, this distance by this distance. അപ്പോൾ എയിൽ നിന്ന് 9 meter എന്ന് പറയുമ്പോൾ ബിയിൽ നിന്ന് 3 meter അകലെ ആയിരിക്കും. സോ ദിസ് സ്മോൾ ഡിസ്റ്റൻസ് ഇസ് 3 ആൻഡ് ദിസ് ലാർജ് ഡിസ്റ്റൻസ് ഇസ് അഗെയിൻ 9. അപ്പോൾ അഗെയിൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് y ഈക്വൽ ടു 0.25 എന്ന് കിട്ടും. അതായത് ഈ പോയിന്റിൽ 1 kilonewton ലോഡ് വന്ന് നിൽക്കുമ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് സിയുടെ വാല്യൂ 0.25 ആയിരിക്കും. അപ്പോൾ 24 kilonewtonന്റെ ക്വസ്റ്റ്യനിലെ കേസ് വരുമ്പോൾ ഈ വാല്യൂവിനെ ദിസ് 0.25 will be multiplied by 24, which gives us the value 0.25 into 24 gives us 6 kilonewton. So shear force at C when the load is at 9 meter from the left support will be 6 kilonewton. Okay, let's look at another case. നമ്മളപ്പോൾ ഒരു പോയിന്റിലെ റിയാക്ഷൻ കണ്ടുപിടിച്ചു, ഷിയർ ഫോഴ്സ് മാക്സിമം കണ്ടുപിടിച്ചു, ഷിയർ ഫോഴ്സ് അറ്റ് സം അതർ പോയിന്റ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് ബെൻഡിങ് മൊമെന്റിലോട്ട് ചാടാം. സോ പഴയ പോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്ത മാക്സിമം ഷിയർ ഫോഴ്സ് അറ്റ് സി കണ്ടുപിടിച്ചാൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് അറ്റ് സി. അപ്പോൾ ഇവിടെയും കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ് അറ്റ് സി. അപ്പോൾ അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ലോഡ് എയിൽ നിന്ന് ബിയിലോട്ട് 1 kilonewton ലോഡ് എയിൽ നിന്ന് ബിയിലോട്ട് പോകുമ്പോൾ ആ പോകുന്ന വഴിക്ക് സിയിൽ ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെന്റിന്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫിഗർ ആയിരിക്കും. നമ്മൾ ലാസ്റ്റ് ലെക്ചറിൽ കണ്ട പോലെ ഇങ്ങനെ ഒരു ലെക്ചർ ആയിരിക്കും. അതിന്റെ മാക്സിമം ആ പോയിന്റിൽ തന്നെ ആയിരിക്കും. അതായത് ഏത് പോയിന്റിലാണോ നമുക്ക് കണ്ടുപിടിക്കുന്നത് ആ പോയിന്റിലായിരിക്കും അതിന്റെ മാക്സിമം ഉണ്ടാകുക. ആൻഡ് വിച്ച് ഹാസ് എ വാല്യൂ ഓഫ് എ ഇൻറ്റു എൽ മൈനസ് എ ബൈ എൽ. So where A is the distance from the point to the left support, L minus A is the total length il ninnu aa distance കുറയ്ക്കുന്നു by L which is the length of the beam. എന്ന് വെച്ചാൽ A will be 3, L minus A into L minus A എന്ന് പറയുമ്പോൾ 9 ആയിരിക്കും. So 3 into 9 27 by L gives us 12. Okay, so this coordinate ന്റെ value ആണ് 27 by 12 എന്ന് പറയുന്നത്. Okay, so when 1 kilonewton moves from A to B, the maximum bending moment at C will be 27 by 12. Okay, so maximum bending moment at C will be 27 by 12
for 1 kilonewton. Again നമ്മുടെ question എന്ന് പറയുന്നത് 24 kilonewtonലാണ്. So for the given question, the maximum bending moment at C will be the ordinate of this ILD into 24. That gives us 54 kilonewton meter as the maximum bending moment. Okay. Now അടുത്ത കേസ് നമ്മളോട് ചോദിച്ചേക്കുന്നത് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി തന്നെയാണ്. പക്ഷേ മാക്സിമോ മിനിമോ എന്നുള്ള ഒരു ക്രൈറ്റീരിയ അല്ല. വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി വെൻ ദ ലോഡ് ഈസ് അറ്റ് 9 meter ഫ്രം ദ ലെഫ്റ്റ് സപ്പോർട്ട്. എന്ന് വെച്ചാൽ ലോഡ് ഏകദേശം ഈ പോയിന്റിൽ നിൽക്കുമ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അഗെയിൻ 1 kilonewton ആണ് ലോഡെങ്കിൽ ബെൻഡിങ് മൊമെന്റിന്റെ ഡയഗ്രാം കഴിഞ്ഞ സ്ലൈഡിൽ വരച്ച പോലെ തന്നെ ഇതേ കേസ് തന്നെയാണ്. അപ്പോൾ so this is for the 1 kilonewton case, ILD for BM@C. So ലോഡ് ഇവിടെ നിൽക്കുമ്പോൾ ഈ പോയിന്റിൽ നിൽക്കുമ്പോൾ ബെൻഡിങ് മൊമെന്റ് at C യുടെ വാല്യൂ ഈ കാണുന്ന അതിന് തൊട്ട് താഴെ നേരെ കാണുന്ന കോർഡിനേറ്റ് തന്നെയായിരിക്കും. ഓക്കെ. സോ അഗെയിൻ സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾ പ്രകാരം ഇവിടെ ഒരു കുഞ്ഞു ട്രയാങ്കിൾ എടുക്കുന്നു. ദിസ് കുഞ്ഞു ട്രയാങ്കിൾ ആൻഡ് ദിസ് വലിയ ട്രയാങ്കിൾ. അപ്പോൾ പഴയ പോലെ തന്നെ വി ഹാവ് എ വാല്യൂ. ഈ കോർഡിനേറ്റിന്റെ വാല്യൂ നമുക്കറിയാം 27/12. ഈ കോർഡിനേറ്റ് അറിയില്ല, കണ്ടുപിടിക്കണം. ദിസ് ഡിസ്റ്റൻസ് 3 meter ആണോ നമുക്കറിയാം. ഓക്കെ. ദിസ് ഡിസ്റ്റൻസ് ഓവറോൾ ഡിസ്റ്റൻസ് 9 meter ആണെന്ന് പറയാം. സോ ഫ്രം സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് y by this 27/12 gives us 3/9. Okay. So അത് സോൾവ് ചെയ്ത് വരുമ്പോൾ we get the value of y equal to 0.75. Value of y will be 0.75. അഗെയിൻ ഇത് 1 kilonewton അല്ലെങ്കിൽ യൂണിറ്റ് ലോഡ് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ പോകുന്ന കേസാണ്. അപ്പോൾ നമ്മുടെ സിറ്റുവേഷനിൽ ഇറ്റ് വിൽ ബി മൾട്ടിപ്ലൈഡ് ബൈ 24 which gives us the bending moment at C when the load is at x equal to 9 meter. x 9 മീറ്ററിൽ നിൽക്കുമ്പോൾ ബെൻഡിങ് മൊമെന്റ് at C യുടെ വാല്യൂ 18 kilonewton meter ആണ്. ഓക്കെ. ഇതിൽ ഒരു കാര്യം എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാനുണ്ട്, ഈ എക്സിന്റെ വൈയുടെ യൂസേജ്. അപ്പോൾ എക്സ് എന്നുള്ളത് എൻ്റയർ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടും എക്സ് എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് എത്ര ദൂരെയാണ് ലോഡ് നിൽക്കുന്നത് എന്നുള്ളതാണ് എക്സ് വെച്ചുള്ളത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ. വൈ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാമിലെ ഒരു ഓർഡിനേറ്റിനെ മാത്രമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വൈ എന്നുള്ളത് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ. ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഓക്കെ. സോ വി ഹാവ് ഫൗണ്ട് ഔട്ട് ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി വെൻ ദ ലോഡ് ഈസ് അറ്റ് 9 meter ഫ്രം ദ ലെഫ്റ്റ് സപ്പോർട്ട്. സോ ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിനോട്ട് വരാം. Now we are asked to find out the absolute maximum bending moment in the beam. അപ്പോൾ ഒരു ബീമിൽ ഉണ്ടാകാവുന്ന ഏറ്റവും മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിപ്പം ലോഡ് എവിടെ കൊണ്ടുപോയി വെച്ചാലും വേണ്ടിയല്ല, അല്ലെങ്കിൽ സെക്ഷൻ എവിടെ കൊണ്ടുപോയി വെച്ചാലും വേണ്ടിയല്ല. എനിക്ക് ഈ ക്വസ്റ്റ്യനിൽ ഈ 12 meter ബീം നീളമുള്ള ബീമിൽ ഈ 24 kilonewton എവിടെ വെച്ചാൽ ഏറ്റവും മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടും എന്ന് എനിക്കറിയണം. ഓക്കെ. സോ ഫ്രം ദ എലമെന്ററി സ്റ്റഡീസ് ഓഫ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് നമ്മൾ പണ്ട് പഠിച്ച ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഒക്കെ വെച്ച് നമുക്കറിയാം, ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം സബ്ജക്റ്റഡ് ടു എ കോൺസെൻട്രേറ്റഡ് ലോഡ് ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വിൽ ഒക്വർ ഇൻ ദ മിഡ് പോയിന്റ്. നടുക്കുള്ള പോയിന്റിലായിരിക്കും, നടുക്കുള്ള പോയിന്റിൽ ലോഡ് വന്നാലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉണ്ടാകുക നമുക്കറിയാം. സോ ഇവിടെ അപ്പോൾ നമുക്ക് വരുത്തേണ്ട മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ സി എന്ന് പറയുന്ന എയിൽ നിന്ന് 3 meter മാറുള്ള സീനെ നമുക്ക് ഈ ബീമിന്റെ നടുക്കോട്ട് കൊണ്ടുവരണം. അപ്പോൾ സി നടുക്ക് വച്ചാൽ നമുക്ക് നടുക്കുള്ള ഒരു സെക്ഷന്റെ ബെൻഡിങ് മൊമെന്റ് ആയിരിക്കും ILD ആയാലും നമ്മൾ വരയ്ക്കാൻ പോകുന്നതും, അല്ലെങ്കിൽ ആ പോയിന്റിലായിരിക്കും ബീമിന്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എക്സിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ വി ആർ ഗോയിങ് ടു സെലക്ട് എ, അതായത് പോയിന്റ് നിൽക്കുന്ന ലൊക്കേഷൻ ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ് എ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ എ വിൽ ബി length of the beam by 2, so that will be 6 meter. So L minus A will also be 6 meter. Okay. So ആ ഒരു പോയിന്റിലെ അല്ലെങ്കിൽ സി ഈ ബീമിന്റെ മിഡ് പോയിന്റ് ആകുമ്പോൾ മിഡ് പോയിന്റിൽ നിൽക്കുമ്പോഴുള്ള ILD ഫോർ ബെൻഡിങ് മൊമെന്റ് at C. Okay, this is ILD for bending moment at C. Okay. So that will take a shape like this. ഓക്കെ. സോ നമുക്ക് ILDയുടെ ഷേപ്പ് അറിയാം. സി ഏത് പോയിന്റ് ആണോ അല്ലെങ്കിൽ ഏത് പോയിന്റിലാണോ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കേണ്ട ആ പോയിന്റിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും ILDയുടെ ബെൻഡിങ് മൊമെന്റിന്റെ ILD. സോ ദാറ്റ് വിൽ ഹാവ് A into L minus A by L. So that is 6 into 6/12, 36/12. So the absolute maximum bending moment will be കണ്ടുപിടിക്കാൻ this ordinate into 24 ചെയ്ത
അല്ലെങ്കിൽ നമ്മുടെ ലോഡിന്റെ വാല്യൂ ആയി 24 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. 36/12 into 24, that will be 72 kilonewton meter. So ഇതിനെ നമുക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. നമുക്കറിയാം we already know that the maximum bending moment of a simply supported beam subjected to concentrated load is WL/4. സ്റ്റാൻഡേർഡ് ഫോർമുല ആണ്. സോ W എന്നത് നമ്മുടെ കേസിൽ 24, ലെങ്ത് 12 ആണ്, by 4 ചെയ്താൽ that gives us the value of 72 kilonewton meter. Okay, so that verifies our situation. Okay, so this is all about a simply supported beam having point load. അല്ലെങ്കിൽ ഒരു simply supported beamൽ point load വന്നാൽ എങ്ങനെ influence diagram വെച്ച് സിറ്റുവേഷൻസ് അനലൈസ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റൻ ആണ്. ഐ തിങ്ക് ഐ ഹാവ് കവേർഡ് ഓൾമോസ്റ്റ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. ഒരുമാതിരിപ്പെട്ട വരാവുന്ന എല്ലാ പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിപ്പം റിയാക്ഷൻസ് കണ്ടുപിടിക്കുന്നതാണെങ്കിലും ഷിയർ ഫോഴ്സ് ആണെങ്കിലും ബെൻഡിങ് മൊമെന്റ് ആണെങ്കിലും. ഓക്കെ, സോ ഡു മോർ പ്രോബ്ലംസ് ഇൻ ദിസ് റിഗാർഡ് ആൻഡ് ഗെറ്റ് ഫെമിലിയറൈസ്ഡ് ടു ഇറ്റ്. കാരണം ഇനി അങ്ങോട്ട് വരാനുള്ളത് UDL-ഉം അതുപോലെ തന്നെ ട്രെയിൻ ഓഫ് ലോഡ്സ് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ പോയിന്റ് ലോഡ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതും കൂടെയാണ്. സോ ദാറ്റ് വിൽ ബി മോർ ഡിഫിക്കൽട്ട് and we will see that later. Okay, thank you so much.